കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ. വിവാദങ്ങൾക്കിടെ വേടന്റെ പുതിയ ആൽബം എത്തി. മുൻ ഗാനങ്ങളെപ്പോലെ തന്നെ മൂർച്ചയുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൗനലോപയും വേടൻ പുറത്തിറക്കിയത്. വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ ആദ്യ ലവ് സോങ് റിലീസ് ചെയ്തു. മൊണോലോവോ എന്നാണ് ഗാനത്തിന്റെ പേര്. സ്പോട്ടിഫൈയിലും വേടന്റെ വിത്ത് വേർഡ് എന്ന യൂട്യൂബ് ചാനലിലും ഗാനം ലഭ്യമാണ്. വൻ സ്വീകാര്യതയാണ് ഗാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ ഗാനങ്ങളെപ്പോലെ തന്നെ മൂർച്ചയുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൗനലോവയും വേടൻ പുറത്തിറക്കിയിരിക്കുന്നത്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേടൻ. പിന്നീട് ഒട്ടനവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വേടന് ആരാധകർ ഏറെയാണ്. വേടന്റെ ഷോകൾക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യത തന്നെ അതിന് തെളിവാണ്. വേടന്റെ വരികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധമായിരുന്നു. ഹരം കൊള്ളിക്കുന്ന താളവും സദാചാരവാദികളുടെ വായടപ്പിക്കുന്ന ശരീരഭാഷയും വേടന്റെ ശൈലിയായി മാറി. റാപ്പിന്റെ പൊട്ടാത്ത റോപ്പുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചാരത്തിനിടെ ലഹരി വലയിൽ വേടൻ കുടുങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം പുലിപ്പല്ലി കേസിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തന്റെ പുതിയ ആൽബം ഇന്ന് റിലീസ് ചെയ്യുമെന്ന് വേടൻ പറഞ്ഞിരുന്നു. അതേസമയം പിടിച്ചെടുത്ത പുലിപ്പല്ല് വനം വകുപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനമായിട്ടുണ്ട്. വേടന്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകളിലും പരിശോധന നടത്തുന്നു. യഥാർത്ഥ പുലിപ്പല്ല് എന്നറിയില്ലായിരുന്നു എന്ന വേടന്റെ മൊഴി വനം വകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചതായി പോലീസ് അറിയിച്ചു. ശ്രീലങ്കൻ വംശജനായ വിദേശ പൗരനിൽ നിന്നാണ് തനിക്ക് പുലിപ്പല്ല് കിട്ടിയതെന്ന് വേടന്റെ മൊഴി. തൃശൂരിലെ ജ്വല്ലറിയിൽ വെച്ചാണ് ഇത് രൂപമാറ്റം വരുത്തി മാലയ്ക്കൊപ്പം ചേർത്തതെന്നും വേടൻ വനം വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. പുലിപ്പല്ല് സമ്മാനിച്ച രഞ്ജിത്ത് കുമ്പടിയുമായി ബന്ധപ്പെടാൻ വനം വകുപ്പ് ശ്രമം തുടരുകയാണ്.